ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്ത്യൻ വുമൻസ് ടീം AFC ഏഷ്യൻ കപ്പിലേക്ക് യോഗ്യത നേടിയത് നമ്മൾ സംസാരിച്ചതാണ്. അതൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു നേട്ടം തന്നെയായിരുന്നു. എനിവേ, അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ഡ്രോ നാളെ നടക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ടഫായിട്ടുള്ള ഗ്രൂപ്പും ഈസി ആയിട്ടുള്ള ഗ്രൂപ്പും നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് തന്നെയാണിത്. അപ്പം വുമൻസ് ടീമിൻ്റെ ഒരു കേസിൽ AFC ഏഷ്യൻ കപ്പിലേക്ക് വരുമ്പോഴത്തേക്കും ഇന്ത്യക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള രണ്ട് ഗ്രൂപ്പുകൾ എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യക്ക് പോർട്ട് 1-ൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ടഫായിട്ടുള്ള ടീം ജപ്പാൻ തന്നെയാണ്. ജപ്പാൻ കിടിലൻ ടീമാണ്. ഇപ്പം ഓൾറെഡി ആ ഒരു പോർട്ട് 1-ൽ ഓസ്ട്രേലിയ നിൽക്കുന്നുണ്ട്. എങ്കിൽ കൂടി ജപ്പാൻ കുറച്ചും കൂടി ഒരു എഡ്ജ് നമുക്ക് പറയാൻ പറ്റും. കഴിഞ്ഞ 2 വർഷത്തെ ഒരു ചരിത്രം എടുക്കുമ്പം ആകെ ഒരു സ്പെയിനോട് ബ്രസീലിനോടൊക്കെ മാത്രമാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളതാണ്. സ്പെയിൻ ഇപ്പം ഫിഫ റാങ്കിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമും ബ്രസീൽ 4-ാം സ്ഥാനത്തുമാണ്. സമീപകാലത്ത് ഇന്ത്യക്കെതിരെ ഒളിമ്പിക് ക്വാളിഫയറിലെ മറ്റോ കളിച്ചപ്പോൾ 7-0 ഇന്ത്യ അന്ന് ജപ്പാൻ പരാജയപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ്. പിന്നെ വളരെ നല്ല റെക്കോർഡുകളാണ് ഇപ്പോൾ AFC ഏഷ്യൻ കപ്പിലാണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് കപ്പിലൊക്കെ ആണെങ്കിലും അവർക്കുള്ളത് എന്നുള്ളതാണ്. 2018-ലും 2014-ലും ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. 1986 തൊട്ട് സ്ഥിരമായിട്ട് AFC ഏഷ്യൻ കപ്പ് കളിക്കുന്ന ടീമാണ്. മാത്രമല്ല വേൾഡ് കപ്പിലേക്ക് നോക്കുന്ന സമയത്ത് 2023-ൽ ക്വാർട്ടർ ഫൈനൽസിൽ ആണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2011-ലെ ചാമ്പ്യൻസ് ആണ്, വേൾഡ് ചാമ്പ്യൻസ് ആണ്. 2015-ൽ ഫൈനൽസ് കളിച്ചു, പക്ഷേ ഫൈനലിൽ തോൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജപ്പാൻ എന്തുകൊണ്ടും ഒരു ടഫായിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ്. ഇനി ഈ പോർട്ടിലുള്ള മറ്റൊരു ശക്തരായിട്ടുള്ള ഓസ്ട്രേലിയയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെ സമീപകാലത്ത് ജപ്പാൻ 4-0 എന്ന് പറയുന്നത് വളരെ ആധികാരികമായിട്ടുള്ളൊരു വിജയമാണ് നേടിയത്. ഓസ്ട്രേലിയയുടെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇപ്പം റീസെൻ്റ് വേൾഡ് കപ്പിലൊക്കെ നല്ല റെക്കോർഡ്, ഇപ്പം സെമി ഫൈനലിൽ 2023-ൽ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളൊരു ടീമാണ്. അങ്ങനെയും നമുക്ക് പറയാം ഒരു നല്ല സൈഡ് തന്നെയാണ്. പക്ഷേ ജപ്പാൻ തന്നെയാണ് കുറച്ചും കൂടി ഒരു മികച്ച ടീം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി പോർട്ട് 2-ലേക്ക് വരുമ്പോഴത്തേക്കും ചൈനയാണ് ഒരു ടഫ് സൈഡായിട്ട് വരാൻ സാധ്യത. ഇപ്പം സൗത്ത് കൊറിയ എന്ന് പറയുന്ന ടീം അവിടെ ഉണ്ട്. പക്ഷേ 2022-ലെ ചാമ്പ്യൻസ് ആണ് ചൈന എന്നുള്ള കാര്യം ആലോചിക്കണം. AFC വുമൻസ് ഏഷ്യൻ കപ്പിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടീം കൂടിയാണ് ചൈന എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഏഷ്യൻ കപ്പ് വിൻ ചെയ്തിട്ടുള്ള ടീമാണ്. വേൾഡ് കപ്പിലേക്ക് സ്ഥിരം സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനയെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും കുറച്ച് പാട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പോർട്ട് 3-ൽ നിന്ന് ഞാൻ പറയുക ഫിലിപ്പീൻസ് ആണ്. ഫിഫ റാങ്കിൽ 41-ാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ടീമാണ്. ഇപ്പം 42-ാം സ്ഥാനത്ത് തന്നെയാണ് ചൈനീസ് തായ്പേ ഈ അടുത്ത കാലത്ത് ഫിലിപ്പീൻസിനെയൊക്കെ തോൽപ്പിച്ചിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഫിലിപ്പീൻസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അവരുടെ ഒരു പ്ലേയേഴ്സിൻ്റെ കാര്യം, ഇപ്പം ഒരുപാട് ഈ ഒറിജിൻ പ്ലേയേഴ്സ് അവരുടെ മെൻസ് ടീമിലാണെങ്കിലും ഉണ്ട്, വുമൻസ് ടീമിലും അതുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പം US-ൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഒരുപാടുണ്ട്. US-ൽ വുമൻസ് ഫുട്ബോളിൽ ഏറ്റവും സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലൊക്കെ കളിക്കുന്ന അങ്ങനത്തെ കുറേ പ്ലേയേഴ്സിൻ്റെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഫിലിപ്പീൻസിനൊരു ശക്തി പകരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല 2022-ലെ AFC ഏഷ്യൻ കപ്പിൽ സെമി ഫൈനൽസ് കളിച്ച ടീമാണ്. 2023-ലെ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുള്ള ടീം കൂടിയാണ് ഫിലിപ്പീൻസ്. ഈ ഒരു ഈസി ഗ്രൂപ്പ് നമുക്ക് നോക്കുന്ന സമയത്ത് പോർട്ട് 1-ൽ നിന്ന് ആരും ഈസി അല്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോർത്ത് കൊറിയയാണ് ഒരു ഈസി എന്നുള്ള നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവർ 3 തവണ ഏഷ്യൻ ചാമ്പ്യൻസ് ആയിട്ടുള്ള ടീമാണ്. അതിൽ 2014 തൊട്ട് പക്ഷേ അവർക്ക് യോഗ്യത നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അതിൽ ഒരു തവണ അവർ ക്വാളിഫൈഡ് ആയിട്ടില്ല, ഒരു തവണ അവർക്ക് ബാൻ ആയിരുന്നു, മറ്റൊരു തവണ അവർ വിഡ്രോ ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ ഇന്ത്യ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു ടൂർണമെൻറ്റിൽ. മാത്രമല്ല 2011-ലാണ് അവർ ഏറ്റവും അവസാനമായിട്ട് വേൾഡ് കപ്പിലും കളിച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓസ്ട്രേലിയയും ജപ്പാനെയും കിട്ടുന്നതിനേക്കാൾ നല്ലത് നോർത്ത് കൊറിയ ആണ് എന്നുള്ളത്. പക്ഷേ നോർത്ത് കൊറിയക്കെതിരെയും ജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിറക്കിൾ സംഭവിക്കുക തന്നെ വേണം. ഇനി പോർട്ട് 2-ൽ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ വിയറ്റ്നാമിനെ ചൂസ് ചെയ്യും. ഫിഫ റാങ്കിങ്ങിൽ 37-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പം ചൈനയും സൗത്ത് കൊറിയയാണ് പോർട്ട് 2-ൽ മറ്റ് രാജ്യങ്ങൾ. അത് വെച്ച് നോക്കുമ്പോൾ വിയറ്റ്നാം തന്നെയാണ് ഒരു സേഫ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്നുള്ളതാണ്. വിയറ്റ്നാം അല്ലാതെ മറ്റേത് ടീമിനെ കിട്ടിയാലും പണി പാളും. വിയറ്റ്നാമിനെയും ജയിക്കാമെന്നുള്ളതല്ല, അവർ അത്യാവശ്യം നല്ല രാജ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് തായ്ലൻഡിനെതിരെ ഒരു വിജയം നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാവുന്നതേ അല്ലായിരുന്നു. ആ തായ്ലൻഡിനെതിരെ നമ്മൾ വിജയിച്ചിട്ടാണല്ലോ ഒരു യോഗ്യത നേടിയെടുക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ വിയറ്റ്നാം ആയിരിക്കും ഒരു ഈസി ഒപ്പോണൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക പോർട്ട് 2-ൽ നിന്ന്. പോർട്ട് 3-ൽ നിന്ന് റാങ്കിങ്ങിൻ്റെ ബേസിസിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഏറ്റവും താഴെ നിൽക്കുന്നതെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയനിൽ ചൈനീസ് തായ്പേ ആയിരിക്കും ഇന്ത്യക്ക് കുറച്ചും കൂടി ഒരു ഈസിയർ ഒപ്പോണൻ്റ് ആയിട്ട് പറയാൻ പറ്റുക. ഈസി എന്നുള്ളതല്ല, ഇതിലെ എല്ലാ ടീമുകളും ടഫ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി. പക്ഷേ ചൈനീസ് തായ്പ ഫിലിപ്പീൻസിനെ തോൽപ്പിച്ചിട്ടുള്ള ടീമൊക്കെയാണ്, ശരിയാണ്. ഞാൻ ഉസ്ബെക്കിസ്ഥാനെ എന്തുകൊണ്ട് പിക്ക് ചെയ്തില്ലെന്ന് വെച്ചാൽ സമീപകാലത്തൊക്കെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനെതിരെ കളിക്കുന്ന സമയത്ത് പരാജയമായിരുന്നു വിധി എന്നുള്ളതാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചൈനീസ് തായ്പയുടെ റീസെൻറ്റ് റെക്കോർഡ്സൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി മാനേജ് ചെയ്യാനൊരു
എളുപ്പമാകുന്ന സാഹചര്യം ചൈനീസ് തായ്പേ ആണ് എന്നുള്ളൊരു ഫീലിങ്സ് ആണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമും ഈസി ആയിട്ടുള്ള ടീമുകളല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ്, ഈസി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും ടഫ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്വാർട്ടർ ഫൈനൽസിൽ എത്തിക്കഴിഞ്ഞാൽ പോലും അതൊരു മിറക്കിളായിരിക്കും. എന്നാണെങ്കിലും നമുക്ക് നാളത്തെ ഈ ഒരു ഡ്രോ വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ ഒരു കൺഷൻ സനിയോ.